ഞാൻ മാത്രമല്ല, വേറൊരാൾ കൂടി പാറുവിന് ലെറ്ററും ഗിഫ്റ്റും ഒക്കെ അയക്കുന്നുണ്ട്. അതും ഗന്ധർവൻ എന്ന പേരിൽ തന്നെ. അതാരായിരിക്കും? എന്റെ കൈയക്ഷരവും അയാളുടെ കൈയക്ഷരവും വ്യത്യസ്തമായിരിക്കും. എന്നിട്ടും അവക്കെന്താ അത് മനസ്സിലാവാത്തത്? ഒരു പക്ഷേ അയാൾ എന്റെ കൈയക്ഷരം അനുകരിക്കുന്നുണ്ടാവും. ചെറിയ വ്യത്യാസമൊന്നും പാറുവിന് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. എന്റെ കൈയക്ഷരം അനുകരിക്കണമെങ്കിൽ എന്നെ നന്നായി അറിയുന്ന, എന്നോട് അടുത്തിടപഴകുന്ന ആളായിരിക്കും. ആരായിരിക്കും അത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അതാരായാലും അയാളുടെ ഉദ്ദേശം നല്ലതല്ല. അയാൾ പറയുന്നതെല്ലാം അവൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനാണ് ഗന്ധർവനെന്ന് അവളോട് തുറന്നു പറയുക മാത്രമാണ് അവളെ ഇതിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി. പക്ഷേ ഗന്ധർവൻ ഞാനാണെന്ന് പറഞ്ഞ അവൾ വിശ്വസിക്കും. ഇവന്റെ ഈ ആലോചനയും ടെൻഷൻ അടിച്ചുകൊണ്ടുള്ള ഈ നിപ്പും പാർവതിയോട് എന്തൊക്കെയോ പറയാനുള്ള ഇവന്റെ വെപ്രാളമൊക്കെ കാണുമ്പോൾ ഇവൻ തന്നെയായിരിക്കും അവളുടെ അജ്ഞാതനായ ഗന്ധർവൻ, അല്ലെങ്കിൽ ഇവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. ഗന്ധർവൻ നീ ആയാലും നിന്റെ ഫ്രണ്ട് ആയാലും ആരായാലും കാണാമറയത്ത് നിന്നുകൊണ്ടുള്ള ഗന്ധർവന്റെ കളി ഇന്നത്തോടെ അവസാനിക്കും. ഗന്ധർവനെ ഇന്നവൾ കാണും. ഏത് ഗന്ധർവനെ? അത് ഞാൻ തീരുമാനിക്കും. മുക്തയുടെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ട്. അവളുടെ കണക്കുകൂട്ടൽ പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഗന്ധർവൻ ഇന്ന് അമ്പലത്തിൽ വെച്ച് പാർവതിയുടെ മുന്നിൽ പ്രത്യക്ഷനാകണം. ഗന്ധർവൻ നീയോ നിന്റെ ഫ്രണ്ടോ ആണെങ്കിൽ നിങ്ങൾക്കുമുണ്ടൊരു കാൽക്കുലേഷൻ. ഒരു